ടൈം ട്രാവലിനെ പറ്റി പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന സംശയമായിരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഉണ്ടാവുക. 1954 ജൂലൈയിൽ ജപ്പാനിലെ ടോക്കിയോയിലെ ഹനേദ വിമാനത്താവളത്തിൽ ഒരു മനുഷ്യൻ വന്നു. ഒരു സാധാരണ യൂറോപ്യൻ ബിസിനസ്സുകാരനെ പോലെ തന്നെയാണ് അയാൾ കാണപ്പെട്ടത്. കാര്യങ്ങളെല്ലാം സാധാരണ പോലെ തന്നെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഡെസ്കിൽ അപൂർവമായൊരു പാസ്പോർട്ട് എത്തിച്ചേരുന്നത്. കാരണം പാസ്പോർട്ടിൽ രാജ്യത്തിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടോറഡ് എന്നായിരുന്നു. എമിഗ്രേഷൻ ഓഫീസേഴ്സ് അത് കണ്ട് അമ്പരന്നു. അങ്ങനെ ഒരു പേരിൽ ഒരു രാജ്യമില്ല. അവർ അയാളെ ഒരു മാപ്പ് കാണിച്ചപ്പോൾ ഫ്രാൻസിനും സ്പെയിനിനും ഇടയിൽ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെയാണ് ടോറഡ് എന്ന് പറഞ്ഞു. അയാളുടെ പാസ്പോർട്ട് നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നും കണ്ടെത്തിയില്ല. പല രാജ്യങ്ങളിലും യാത്ര ചെയ്തതിൻ്റെ തെളിവുകളും അതിലുണ്ട്. അയാളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയാണ്. അയാളുടെ പേഴ്സിൽ പല രാജ്യങ്ങളുടെയും കറൻസിയും ഉണ്ട്. അയാൾക്ക് ടോക്കിയോയിൽ ഒരു ബിസിനസ് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കമ്പനി ടോക്കിയോയിൽ ഉള്ളത് തന്നെയായിരുന്നു. പക്ഷേ കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളെ പറ്റി അറിയില്ലെന്ന് പറഞ്ഞു. തുടരന്വേഷണങ്ങൾക്കായി അയാളെ ഒരു ഹോട്ടൽ റൂമിലാക്കി. പിറ്റേ ദിവസം രാവിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അയാളെ കാണാതായി. ഒരു ജനാലയോ വാതിലോ തകർത്തതിൻ്റെ ലക്ഷണങ്ങളില്ല. ക്യാമറ ദൃശ്യങ്ങളിലും യാതൊന്നുമില്ല. അങ്ങനെ ഒരാൾ വന്നു എന്നതിന് യാതൊരു തെളിവും ബാക്കി വയ്ക്കാതെ അയാൾ മാഞ്ഞുപോയി. അയാളുടെ ഡോക്യുമെൻറ്റുകൾ നോക്കിയപ്പോൾ അതും കാണാനില്ല. ചിലർ പറയുന്നു അയാളൊരു ടൈം ട്രാവലർ ആണെന്ന്. എന്നാൽ മറ്റു ചിലർ അയാൾ പാരലൽ യൂണിവേഴ്സിൽ നിന്നും വന്നതാണെന്നും പറയുന്നു. ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണിത്. ആരാണ് ടോറഡിൽ നിന്ന് വന്ന ആ മനുഷ്യൻ? എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ അയാൾ വന്നത്? ഇത്തരം വിചിത്ര കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ തുടർന്നും ആസ്വദിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ.